ആരാണ് ശിവൻ? എന്താണ് ശിവതത്വം? ഇവിടെ ശിവതത്വം നമ്മെ പഠിപ്പിക്കുന്ന ഒരു രഹസ്യമുണ്ട്. സാക്ഷാൽ സംഹാരമൂർത്തിയാണ് ശിവൻ. ജന്മമുള്ള എല്ലാത്തിനും നാശമുണ്ട്. ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ നശിക്കാതിരിക്കാൻ സാധ്യമല്ല. ആ നാശം 5 രൂപത്തിലാണ്. 1, വായുപ്രവാഹം മൂലം, വായു തടസ്സം മൂലം. 2, ജലം മൂലം. 3, അഗ്നി മൂലം. 4, രോഗം മൂലം. 5, ആയുധം മൂലം. ഈ 6ാമത് മറ്റൊരു തരത്തിൽ മരിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല, നശിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പോൾ വായുപ്രവാഹം മൂലം, വായു തടസ്സം മൂലം, അതാണ് ഭഗവാൻ ശിവന്റെ ജഡ നമ്മെ പഠിപ്പിക്കുന്ന തത്വം. ജലം മൂലം ശിവഗംഗ, അഗ്നി മൂലം തൃക്കണ്ണ്, രോഗം മൂലം കഴുത്തിലൊരു പാമ്പിനെ ചുറ്റിയിട്ടിട്ടുണ്ട്. പാമ്പ് അഥവാ സർപ്പം രോഗത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ ആയുധം മൂലം. ഈ 5 രൂപത്തിലാണ് ഒരു വ്യക്തിക്ക് മരിക്കാൻ കഴിയുക. അപ്പോൾ സർപ്പം രോഗത്തിൻ്റെ പ്രതീകമാണ്. അത് കാലാകാലങ്ങളായി, 10,000-കണക്കിന് വർഷങ്ങളായി ഭാരതീയർ സർപ്പത്തെ രോഗത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചിഹ്നം എന്താണെന്നറിയുമല്ലോ, 2 സർപ്പങ്ങളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇത് ആണ് ശിവതത്വം. ഇങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തി എത്തിപ്പെടുന്നത് എവിടെയാണ്? ശ്മശാനത്തിലാണ്. അതുകൊണ്ടാണ് ഭാരതീയർ കാലാകാലങ്ങളായി ഭഗവാൻ ശിവനെ ശ്മശാനവാസി രുദ്രനായി ആരാധിച്ചിരുന്നത്. ഈ രഹസ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ശിവതത്വമാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും നമസ്തേ.